നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെപ്പറ്റി പലപ്പോഴും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയം പറ്റിയതെല്ലാം, അദ്ദേഹത്തിന് ഒരുപക്ഷെ മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ ഹോട്ടൽ ബിസിനസ്, റീലെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അദ്ദേഹം അതിൽ നല്ല ശോഭിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ശരിയായിരിക്കാം. ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ നോക്കുക, ഇത് റീലാണ് കേട്ടോ. പക്ഷേ ഈ നിഷ്കളങ്കരായിട്ടുള്ള വലിയ രാഷ്ട്രീയ ബോധമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചായ്വോ ഒന്നും പ്രകടിപ്പിക്കാത്ത നിഷ്കളങ്കരായിട്ടുള്ള കോടിക്കണക്കിന് ഇന്ത്യക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ അവർ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താ, എത്ര സിമ്പിളായിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി, കണ്ടോ ഒരു സെക്യൂരിറ്റിക്കാരനെ കൊണ്ട് കൈ കൊടുക്കുന്ന കണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് വിചാരിക്കും. വളരെ നാടകീയമായ രീതിയിൽ നടന്നു പോകുന്നു. നമ്മുടെ ഇവിടെയുള്ള ജബി മേത്തറാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള രാജ്യസഭ MP-യാണ്. അവരെന്തോ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത് നടന്നു പോകുന്നു. ഒരു സെക്യൂരിറ്റിക്കാരൻ നടന്നു വരുന്നു, കൈ കൊടുക്കുന്നു, തിരിച്ച് നടന്നു വരുന്നു. എത്ര സിമ്പിൾ എന്ന് നമ്മൾ വിചാരിക്കും. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഏതെങ്കിലും സെക്യൂരിറ്റി ഓഫീസർമാർ, അതായത് സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ഒരാൾ, തങ്ങൾ ആർക്കാണോ സെക്യൂരിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ തങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ കാണുമ്പോൾ വിഷ് ചെയ്യാറുണ്ടോ? സല്യൂട്ട് അടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ വിഷ് ചെയ്യുകയും കൈ നീട്ടുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെയ്യില്ല. മറിച്ച് നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ ആദ്യം അങ്ങോട്ടേക്ക് കൈ നീട്ടുകയാണെങ്കിൽ, ഹസ്തദാനത്തിന് കൈ നീട്ടുകയാണെങ്കിൽ അവർ കൈ കൊടുക്കും. സംസാരിക്കുകയാണെങ്കിൽ തിരിച്ച് മറുപടി പറയും. അല്ലാതെ അവരായിട്ട് ഒരിക്കലും അതിന് മുൻകൈ എടുക്കില്ല. നമുക്കറിയാം, അതാണ് അവരുടെ പ്രോട്ടോക്കോൾ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നത് എന്താ, രാഹുൽ ഗാന്ധി ജബി മേത്തറുമായിട്ട് നടന്ന് സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ ആ സെക്യൂരിറ്റിക്കാരൻ പതുക്കെ നടന്നു വരുന്നു, കൈകൊണ്ട് ഇങ്ങനെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നു. അതിനുശേഷം പോക്കറ്റിൽ കൈയിട്ടിരുന്ന രാഹുൽ ഗാന്ധി കൈയെടുത്ത് അദ്ദേഹത്തിന് ഹസ്തദാനം കൊടുക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഈ ഹസ്തദാനം പ്രതീക്ഷിച്ച് തന്നെയാണ് ആ സെക്യൂരിറ്റിക്കാരൻ നടന്നു വരുന്നത് എന്ന് കാണാം. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അഥവാ അവരുടെ പ്രോട്ടോക്കോളിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, അത് പ്രീ പ്ലാൻഡാണ്. അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ എപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ പപ്പുവിൻ്റെ ഈ റീലും ചീറ്റി ടൈമിങ് തെറ്റിപ്പോയി. അതായത് പപ്പു പോക്കറ്റിൽ നിന്ന് കൈയെടുത്ത് നീട്ടുമ്പോൾ മാത്രമേ അദ്ദേഹം കൈ കൊടുക്കാനും വിഷ് ചെയ്യാനും പാടുള്ളൂ. ഇതാണ് പറഞ്ഞു വെച്ചിരുന്ന കാര്യം. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ തോൽവിയാണ് ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ റീലും പൊളിയാറുണ്ട്. കഴിഞ്ഞ റീലും പൊളിഞ്ഞിരുന്നു. പാർലമെൻറ്റിൻ്റെ പുറത്ത് മഴ പെയ്യുന്ന സമയത്ത് ഇയാളും ഇയാളുടെ സഹോദരിയും കൂടെ മഴയത്ത് നനഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ചുറ്റും ഇയാളെ കാത്തു നിൽക്കുന്നവരെല്ലാം കുട ചൂടിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്ക് മാത്രം കുടയില്ല. അതുമാത്രം ക്ലോസപ്പിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്തൊരു മനുഷ്യൻ, പാർലമെൻറ്റിന് പുറത്ത് മഴയും നനഞ്ഞ് നിൽക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കും. അത് ആ സീൻ മുഴുവൻ കാണുമ്പോഴാണ് ചുറ്റുമുള്ള എല്ലാവർക്കും കുടയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആജ്ഞയ്ക്ക് അനുസരിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് ചുറ്റുമുള്ളവരെല്ലാം. അവരെല്ലാം കുട ചൂടി നിൽപ്പുണ്ട്. പക്ഷേ സഹോദരനും സഹോദരിയും കുടയില്ലാതെ മഴ നനയുന്ന കാഴ്ച ആ റെയിൽ പൊളിഞ്ഞിരുന്നു. ഇപ്പോൾ പുതിയ റെയിൽ. ആ സെക്യൂരിറ്റിക്കാരൻ നിന്ന നിൽപ്പിൽ അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നു. ഇദ്ദേഹം അങ്ങോട്ട് നടന്നു ചെല്ലുന്നു, അങ്ങോട്ട് കൈ നീട്ടുന്നു. അപ്പോൾ മാത്രം അദ്ദേഹം കൈ കൊടുക്കുന്നെങ്കിൽ അത് നാച്ചുറൽ. പക്ഷേ ഇവിടെ കാണുന്ന എന്താണ്, ഇവർ നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ സെക്യൂരിറ്റിക്കാരൻ പതുക്കെ നടന്നു വരുന്നു. അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ അഭിവാദ്യം ചെയ്യുന്നു. അതിനുശേഷം പോക്കറ്റ്, ഈ പപ്പു എന്തിനാണ് ഫുൾ ടൈം രണ്ട് പോക്കറ്റിലും കൈ ഇട്ടുകൊണ്ട് കിടക്കുന്നത്? അത് തന്നെ ഒരു തെറ്റായ ശരീരഭാഷയാണെന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. ആത്മവിശ്വാസം ഇല്ലാത്തതിൻ്റെ പ്രകടമായിട്ടുള്ള ലക്ഷണമെന്നൊക്കെയാണ് എപ്പോഴും പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന ഒരു ശൈലിയെപ്പറ്റി പറയുന്നത്. ആ സമയത്ത് അയാൾ പോക്കറ്റിൽ നിന്ന് കൈയെടുക്കുന്നു, കൈ കൊടുക്കുന്നു. എന്തൊക്കെ പ്രഹസനമാണ് ഈ രാഹുൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഇന്ത്യക്കാരെ ഒന്നടങ്കം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇന്ത്യക്കാരൊന്നും ബുദ്ധിയില്ലാത്തവരാണ്, ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണ് എന്ന് ഇദ്ദേഹം വളരെ തെറ്റായി ധരിച്ചു വശായി വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ഗിമ്മിക്സ് കൊണ്ടൊന്നും തനിക്ക് പ്രധാനമന്ത്രി പോയിട്ട് ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി പോലും ആവാൻ പറ്റില്ല. ഇനിയും മര്യാദയ്ക്ക്, അതായത് എപ്പോഴും എന്തിനും ഏതിനും മോദിയെ, അമിത്ഷായെ അല്ലെങ്കിൽ BJP സർക്കാരിനെ കുറ്റം പറയാതെ ക്രിയാത്മകമായിട്ടുള്ളൊരു പ്രതിപക്ഷമായിട്ട് അതിന് അങ്ങനെ നയിക്കാൻ നോക്കിയാൽ ഒരുപക്ഷെ ഒരു കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ളൊരു പ്രതിപക്ഷമായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോഴും ഈ ജന്മത്ത് ഇതാണ് ശൈലിയെങ്കിൽ താങ്കൾക്ക് പ്രധാനമന്ത്രി ഒന്നും ആവാൻ പറ്റില്ല. കുടുംബത്തിൽ അച്ഛനും അച്ഛമ്മയും അച്ഛമ്മയുടെ അച്ഛനുമൊക്കെ പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ട് എന്നെയും കൂടെ ആക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല. കാരണം ഇവിടെ രാജഭരണമല്ല, ഇവിടെ ജനാധിപത്യമാണ് എന്ന ആരെങ്കിലും ഈ മണ്ടനോടൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കുമെന്നേ ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളൂ.